ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനൊരു വ്ളോഗാണ് കേട്ടോ ഇടുന്നത്. ഞങ്ങൾ ഗുരുവായൂർ പോയതിൻ്റെ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്കിത് സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഗുരുവായൂരാണ് എന്നുള്ളത്. കാരണം എനിക്കിതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് ഫോൺ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തലവേദനയ്ക്ക് എനിക്ക് നല്ല വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബസ്സിലിരുന്നിട്ട് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് ഞങ്ങൾ കൃത്യം വിഷുവിൻ്റെ ഒരാഴ്ച മുമ്പ് പോയിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു സൺഡേ ഈവനിങ് ആണ് പുറപ്പെട്ടത്. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു 5:30 ബസ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 8:30 ആയി സമയം. എന്നിട്ട് അവിടെ എത്തി ഞങ്ങൾ റൂമൊക്കെ കണ്ടുപിടിച്ച് റൂമൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ പോയി സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡും കഴിക്കണം. അമ്പലം തുറന്നിട്ടുണ്ടെങ്കിൽ അകത്ത് കയറി പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി. എന്നിട്ട് അങ്ങനെ ഫസ്റ്റ് ഫുഡ് കഴിച്ചു. കാരണം എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചു. എന്നിട്ട് പിന്നെ അമ്പലത്തേക്ക് പോയപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ കയറി തൊഴുകാനൊന്നും പറ്റിയില്ല. പിന്നെ അതിൻ്റെ ചുറ്റുഭാഗത്ത് നിറയെ കടകളുണ്ട്. അവിടേക്ക് കയറിയിട്ട് കറങ്ങി നടന്ന് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തിന് സാരിക്കായിട്ട് പിന്നെ സ്ലൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ റൂമിൽ പോയി കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ 2 മണിക്കാണ് ഞങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് അലാറമൊക്കെ വെച്ച് കിടന്നു. പക്ഷെ ആരും അവിടെ അവർ കുറക്കേ വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കിടന്നത് തന്നെ എത്ര മണിക്കാണെന്ന് അറിയില്ല. ഒരു 1 മണി 1:30 ആയിട്ടുണ്ടാവും. 2 മണിക്ക് അലാറം അടിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഉറങ്ങിപ്പോയി, എണീക്കാൻ പറ്റിയില്ല. അങ്ങനെ 2:30 എണീറ്റ് ചടപടന്ന് കുളിച്ച് റെഡിയായി അങ്ങനെ സമയമായി. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്തത് അത് ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഈ ചൂടത്ത് നമ്മൾ ഒരുപാട് മേക്കപ്പ് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആകെ കരുവാളിച്ച് മുഖം കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ സാധാ ഫേസ് ക്രീം, ഹിമാലയേൻ്റെ ഒരു ഫേസ് ക്രീം ആദ്യം അപ്ലൈ ചെയ്തു. അതിന് ശേഷം സാധാ ഒരു പോൺസിൻ്റെ പൗഡർ എടുത്തിട്ട് അതും അപ്ലൈ ചെയ്തു. അത്ര ഫേസിൽ ചെയ്തുള്ളൂ. കാരണം ഒരുപാട് ക്രീംസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ചൂടുകാലത്ത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ആകെ എല്ലാ കുട്ടിയും കൂടെ ഒലിച്ചിറങ്ങിപ്പോവും. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഞാൻ പൗഡറൊക്കെ ഇട്ടൊന്ന് ഫേസിനെ സെറ്റാക്കി. എന്നിട്ട് മുടിയൊക്കെ അഴിച്ചിട്ടൊന്ന് കെട്ടി. പക്ഷെ മുടിയാണെങ്കിൽ നനഞ്ഞിട്ട് അത് ശരിക്കും കെട്ടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഞാൻ മുടീനെ എങ്ങനെയോ കെട്ടി സെറ്റാക്കി. പക്ഷെ ആകെ മുടി ഒട്ടിപ്പിടിച്ചിട്ടാണ് കിടക്കുന്നുണ്ടാകുന്നത്. എനിക്കത് കണ്ടപ്പോഴേ എനിക്ക് ദേഷ്യം വന്നു. കാരണം പൊതുവേ നമ്മൾ ഒരു കാര്യത്തിന് പുറത്തിറങ്ങുന്ന സമയത്ത് മുടി എത്ര കെട്ടിയാലും ശരിയാവില്ല. ഇനിയിപ്പോൾ അഥവാ മുടി സെറ്റായി കഴിഞ്ഞാൽ കണ്ണെഴുതുന്നത് ശരിയാവില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവും. അതിലുപരി വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ മുടിയും നല്ല ചന്തത്തിൽ നിൽക്കും, കണ്ണെഴുതിയാലും വൃത്തിക്ക് നിൽക്കും. അങ്ങനെയാണ് എനിക്ക് പൊതുവേ പേഴ്സണലി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് പൊതുവേ അങ്ങനെയാണ്. പുറത്തേക്ക് ഒരു കാര്യത്തിന് ധൃതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ശരിയാവുകയില്ല. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. എന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഐഷാഡോ ഇട്ടു, ഐലിനർ എഴുതി. വാട്ടർ പ്രൂഫാണ് ഐലിനർ എഴുതിയത്. അല്ലാന്നുണ്ടെങ്കിൽ പരന്ന് കണ്ണൊക്കെ കരിപിരാന്നായിട്ടുണ്ട്. അപ്പോൾ വാട്ടർ പ്രൂഫാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ അത്. നല്ല ഇഷ്ടമാണ് എനിക്ക് ഈ ലിപ്സ്റ്റിക്ക്. എന്നിട്ട് അതിന് ശേഷം ഒരു റെഡ് കളർ പൊട്ടും വെച്ച് കൊടുത്തു. എനിക്ക് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ എപ്പോഴും ഇഷ്ടം എനിക്ക് റെഡ് കളർ പൊട്ടാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതെനിക്കൊരു ഇഷ്ടമാണ്. ഞാൻ പൊതുവേ ബ്ലാക്ക് കളർ പൊട്ടാണ് വെക്കാറുള്ളത്. ബട്ട് ഞാൻ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ എപ്പോഴും ഞാൻ റെഡ് കളർ പൊട്ടാണ് വെക്കുക. എനിക്കിഷ്ടമാണത്. എന്നിട്ട് അതിന് ശേഷം ഞാൻ എൻ്റെ കമ്മലൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ജസ്റ്റ് സെറ്റായി. എന്നിട്ട് ഞാൻ ധാവണി ഒന്ന് റെഡിയാക്കി. അതിൻ്റെ ഷോളൊക്കെ ഒന്ന് പ്ലീറ്റൊക്കെ എടുത്തിട്ട് അതൊന്ന് സെറ്റാക്കി. അങ്ങനെ എന്നിട്ട് അതിന് ശേഷമാണ് എനിക്ക് മുടി കെട്ടിയത് ഇഷ്ടപ്പെടാണ്ട് ഞാൻ മുടീനെ അഴിച്ചിട്ട് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് അതിന് കെട്ടി. കാരണം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് മനസ്സിലാവുന്നില്ല, ഫേസ് ആകെ എന്തോ പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ മുടി അഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ. അപ്പോഴാണ് ഏട്ടൻ പൂ വാങ്ങിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ പൂവും വയ്ക്കാമല്ലോ. അപ്പോൾ എന്തായാലും സെൻറ്റർ പാർട്ടീഷൻ എടുത്തൊന്ന് കെട്ടാൻ പറഞ്ഞപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് കെട്ടിയപ്പോൾ പിന്നെ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഒന്ന് പിരിച്ചിട്ട് ഇത് സ്ലൈഡ് ടക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ പൂവും വെച്ച് കൊടുത്തു. ഞാൻ അരളിപ്പൂവും തുളസിയും കൂടെ ഉള്ള മിക്സറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ ബ്ലൗസിൻ്റെ മാച്ച് കളറാണ്. അത് നല്ല ഭംഗിയുണ്ടാവില്ലേ പറഞ്ഞിട്ട് ഞാൻ ഈ പൂവാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പൂവ് യൂസ് ചെയ്തത്. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ പൂവൊക്കെ വെച്ചെടുത്ത് ഞങ്ങൾ ഓൾ സെറ്റായി. എന്നിട്ട് ഞങ്ങൾ പുലർച്ചെ 4 മണിയൊക്കെ അമ്പലത്തിൽ തൊഴുകാൻ പോയി. ക്യൂ നിന്നിട്ട് ഞങ്ങൾ ഭഗവാനെ കാണാൻ ഉള്ളിലോട്ട് കയറിയത് ഒരു 9 മണിയൊക്കെ ആയി. രാവിലെ 9 മണിയായി. അത്രയും നേരം ക്യൂവിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. പക്ഷേ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഭഗവാൻ നേരെ തൊഴുകാനൊക്കെ പറ്റി.
അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു അത്. നല്ല എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ.